കേട്ടീങ്ങളാ. പിന്നെ എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കുക. മറക്കണ്ട. ചിഹ്നം ലാപ്ടോപ്പ് പറഞ്ഞാൽ ടി വിൻ്റെ സാമ്യമായിട്ടുള്ള ചിഹ്നമാണ്. MLAക്ക് നിൽക്കുന്നുണ്ട് ഞാൻ. വോട്ടുകൾ രേഖപ്പെടുത്തി ശങ്കരനാരായണൻ പറയും, ആ ആളാണ് നിൽക്കുന്നത്. വോട്ടിടും കേട്ടോ, മറക്കണ്ട കേട്ടോ. സുഖല്ലേ? കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? പേരക്കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ ഇരിക്കണം. അപ്പോൾ MLA ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ചിഹ്നം ലാപ്ടോപ്പ് അതിനാണ് എടുത്തുതരാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ നോട്ടീസൊന്നും അടിച്ചിട്ടില്ല. നോട്ടീസ് അടിക്കാൻ പോകുമ്പോൾ 3.5 ലക്ഷം, ബോർഡ് വായിക്കാൻ പോയാൽ 2 കോടി. അപ്പോൾ അതിനൊന്നും കാശില്ല, കൃഷിയൊക്കെ വിറ്റു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഓക്കെ കേട്ടോ, മറക്കണ്ട. ശരി. നമ്മളിപ്പോൾ വിത്തനശ്ശേരി എന്താ നമ്മുടെ മൊലയർത്തറയിലാണ്, നമ്മുടെ മൊലയർത്തറയിലാണ് വീട്. അപ്പോൾ നിങ്ങളെ വിലയേറിയ വോട്ട് ലാപ്ടോപ്പ് ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം അണ്ണാ കേട്ടോ. നമ്മളെ MLA ഇലക്ഷൻ നിൽക്കുന്നുണ്ട്, വോട്ട് ചെയ്ത് സഹായിക്കാം കേട്ടോടാ. എപ്പോൾ പോയി? ലാപ്ടോപ്പാണ് ചിഹ്നം കേട്ടോ. ലാപ്ടോപ്പാണ് ചിഹ്നം ലാപ്ടോപ്പ്. വോട്ട് ചെയ്ത് സഹായിക്കാം. വിത്തനശ്ശേരി സ്കൂളിൽ പോകുമ്പോഴേ വോട്ട് ചെയ്ത് സഹായിക്കാം കേട്ടോ. ശരി. അണ്ണനവിടെ നമ്മൾക്ക് പോയി. ശരി. അപ്പോൾ കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാ കാര്യത്തിനും ലാപ്ടോപ്പ് നമ്മളിപ്പോൾ MLA ആയ കുട്ടികൾക്ക് പഠനോപകാരമായിട്ട് ലാപ്ടോപ്പ് നൽകുന്നതാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ശങ്കരനാരായണനാണ്. എല്ലാവരും നേരത്തെ വന്ന് വോട്ട് ചെയ്ത് സഹായിക്കുക. കേട്ടോ പേരെന്താണ്? കേട്ടോ പേര് സെൽവരാജ്. എല്ലാവരും വോട്ട് ലാപ്ടോപ്പ് ചെയ്യും കേട്ടോ. TV ലാപ്ടോപ്പ് വോട്ടില്ലേ? ശരി. ലാപ്ടോപ്പ് ചിഹ്നം എന്ന ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്നതാണ്. എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കുക. ഓക്കെ. ഹലോ, ഇവിടെ വോട്ടുണ്ടോ നിങ്ങൾക്ക്? എവിടെ മാഡം, നിങ്ങൾക്ക് ഇവിടെ വോട്ടുണ്ടോ? നിങ്ങൾക്ക് വോട്ടുണ്ടോ? ഇല്ല, നിങ്ങൾക്കില്ല. ചേച്ചിക്കുണ്ട്. അപ്പോഴേ ചേച്ചിയോടെ മഹേഷ് അവിടെ. അപ്പോൾ ഞാൻ MLA ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ഞാൻ ചെറിയച്ഛൻ വന്നിട്ടില്ലേ? അപ്പോൾ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ലാപ്ടോപ്പാണ് ചിഹ്നം. അല്ല, നിങ്ങൾ കൊല്ലമത്തെ വോട്ട് ഇവിടെയാണ്? നിങ്ങൾ കൊല്ലമത്താണ്. അവിടെ സുബ്രഹ്മണ്യം ആണോ? അല്ല, സുബ്രഹ്മണ്യമാണല്ലേ കോൺഗ്രസിൻ്റെ? ശരി. മറക്കണ്ട, എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ചിഹ്നം ലാപ്ടോപ്പ്. മഹേഷിൻ്റെ ലാപ്ടോപ്പ് ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ പറയാം കേട്ടോ. നിങ്ങളുടെ ഭർത്താവല്ലേ? അനിയത്തിയാണ്. ഹലോ, നമ്മുടെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. MLA സ്ഥാനാർത്ഥിയായിട്ട് ചിഹ്നം ലാപ്ടോപ്പ്. എന്താണ് ലാപ്ടോപ്പ്? സഹായിക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംവിധാനത്തിനാണ് MLA ഇലക്ഷൻ നിൽക്കുന്നുണ്ടാണ്. നിങ്ങൾക്ക് അവിടെ പോയില്ല. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ വിലയേറിയ വോട്ട് ലാപ്ടോപ്പിൽ ചെയ്ത് വിജയിപ്പിക്കുക. ഓക്കെ. വലിയ മൊബൈലുണ്ടോ കയ്യിൽ? അതിൽ വോയിസ് ഓഫ് സംഗീതം അടിച്ചാൽ നമ്മുടെ ചാനൽ വരും കേട്ടോ. ലാപ്ടോപ്പ് മറക്കണ്ട. ഓക്കെ. 24,000 വീട് കയറി കഴിഞ്ഞു. എന്താ സ്വാതന്ത്ര്യം പറഞ്ഞ് കളിയാക്കണം? 24,000 വീട് കയറി കഴിഞ്ഞു. ഇനി 3,000 വീട് കയറിക്കാൻ ജയിക്കും. 50,000 വോട്ട് പിടിച്ച 1000 വോട്ട് ജയിക്കും. ചില്ലറയല്ല. നേരത്തെ TV നിന്ന് ജയിച്ചിട്ടുണ്ട് ഞാൻ. പ്രേമനെ തോൽപ്പിച്ചിട്ടുണ്ട്. പ്രേമനെടുത്ത് ഞാൻ തോറ്റിട്ടുണ്ട്. ബാബുവിനെ തോൽപ്പിച്ചിട്ടുണ്ട്. പ്രേമനെയും തോൽപ്പിക്കും, തങ്കപ്പനെയും തോൽപ്പിക്കും. എന്താ പ്രശ്നം? തങ്കപ്പനെയും തോൽപ്പിക്കണം, പ്രേമനെയും തോൽപ്പിക്കണം. അങ്ങനെ പെട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ 5.5 ഏക്കർ കൃഷി വിട്ടു. 6 ആൾ നിൽക്കുന്നുണ്ട്. എൻ്റെ 5.5 ഏക്കർ കൃഷി വിട്ടു. മനസ്സിലായോ? അപ്പോൾ ഒരു എലിയിട്ട് ചോറില്ല പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ പറഞ്ഞാലേ അത് ഞാൻ കൊണ്ടിട്ട് അടിച്ചു പോകുള്ളൂ. ഞാനും കോൺഗ്രസ്സുകാരനാണ്, മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് വേണ്ട. കുറേ കാലമായി ഇവർ നമുക്കിട്ട് പണിയാണ്. എന്താ അത്? പാർട്ടി പണിയെടുത്ത് 25 വർഷം ആളെ കൊണ്ടുവന്ന് പാർട്ടി പണിയെടുത്ത് എല്ലാം ചെയ്തിട്ട് പാർട്ടിക്ക് ഇന്ന് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടില്ല. 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായി ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയില്ല. അവഹേളനം മാത്രം. ഒരു പ്രാന്തന്മാർ പണിയെടുക്കുന്ന മാതിരി പണിയെടുക്കുക. ഇതൊരു ശരിയല്ലാത്ത നയമാണല്ലോ. സീറ്റ് തന്നെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ലെന്ന്. അതല്ലേ പാർട്ടി? നല്ല പാർട്ടിയാണല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരാണ്. ഇപ്പോഴത്തെ ആൾക്കാർ ശരിയല്ല. കോൺഗ്രസ്സിൽ കുറേ ആൾക്കാരുണ്ട്,
കമ്മ്യൂണിസ്റ്റ് കുറച്ച് ആൾക്കാരുണ്ട്, BJP കുറച്ച് ആൾക്കാരുണ്ട്. ഇതൊന്നും നല്ലതിനല്ല അവരെ പോക്ക്. പണിയെടുക്കുന്നവർ അംഗീകരിക്കണം, അല്ലാത്തവർ എവിടെ എത്തില്ല. മനസ്സിലായോ? അത് ദൈവശാപമാണ്. ഇപ്പോൾ തങ്കപ്പാട്ടൻ അവിടുത്തെ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട്, വാർഡ് നഷ്ടപ്പെട്ട് ഇവിടെ വന്നിപ്പോൾ നിൽക്കുകയാണ്. VS സുധീരൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ നിൽക്കണമെന്ന് ചോദിച്ചു. അയാൾ അതിനൊന്നും മറുപടിയില്ല. കുറേ കോടിക്കണക്കിന് ഉറുപ്പിക ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കളയട്ടെ. പിന്നെ ഇപ്പോൾ നിർബന്ധിച്ചവരെ പിരിക്കും, കടയുടെ മുന്നിൽ കൊണ്ട് വലിയ ബോർഡൊക്കെ വയ്ക്കും. 10,000 രൂപയിലതാ ഇലക്ഷൻ നടത്തുകയാണ് ഇപ്പോൾ. വെറും 10,000 രൂപയിൽ ആ കെട്ടിവെച്ച കാശിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടത്താൻ പോകണം. അപ്പോൾ നിങ്ങളെയൊക്കെ വോട്ട് ചെയ്യുക, സഹകരിക്കുക. ഇത്രയും പറയിപ്പിച്ചതിന് നന്ദിയുണ്ട്. എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കുക. യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഞാനിപ്പോൾ വിത്തനശ്ശേരി മൂലയാർ തറയിലാണ്. ഓക്കെ, ശരി.